കേക്കയിലെ റൗഡിയാ വരുന്നത്. എന്താ റൗഡി? കേറുക കവാട പരിപാടി. അപ്പൊ നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് ഇതേ. അപ്പം ഇത് റഹീം ഭായ്. നമ്മളിന്ന് ഡേ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന കാര്യങ്ങളും ബാക്കി എല്ലാം കാണിച്ചു തരാം. അപ്പൊ പോവാം. ഇപ്പം ഏകദേശം ഒരു 25 കിലോമീറ്റർ പിന്നെയാണ് നമ്മുടെ ജോലിസ്ഥലത്തേക്ക് എത്താൻ വേണ്ടി. 8 മണിക്കാണ് എന്നോട് പറ്റി ടൈം പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇപ്പം 8:15 കഴിഞ്ഞു. ഇനിയും കിടക്കുന്ന ഒരു 10-12 കിലോമീറ്ററേയും എന്റെ ഷൂട്ട് ഇവനെ നോക്കി നിന്നിട്ടാണ് ഞാൻ ഇപ്പൊ താമസിച്ചത്. ഈ 8-6 വായത് മാറ്റം വായതൊക്കെ കേൾക്കണമെന്ന് എനിക്കറിയില്ല. നോക്കാം. ഡൈനോനൊക്കെ ഇവരെ ഊക്ക് വാങ്ങാനുള്ളതാട്ടോ. അതില് തീരി മുതൽ എല്ലാ തൂക്കവും കട്ട്. ആദ്യമേ ഈ വീഡിയോ ഒന്ന് ഇടട്ടെ, എന്നിട്ട് വെച്ചടി കയറ്റാണോ ഇറക്കമാണോ എന്ന് മനസ്സിലാട്ടെ. അവിടെ പൂക്കൊക്കെ കരുമ്പോ ഒരു മനസാക്ഷി കാണാൻ ഒരു ഭയത്തിലാക്കി പാവങ്ങളാണ് ജീവിച്ചു പോട്ടെ. നമ്മള് വണ്ടി വെക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടി വെക്കുന്നത്. അത് കാണിക്കാം. വണ്ടി വെക്കുന്നത് കാണിക്കട കിടക്കും. ഇവിടെയാണ്. പിന്നെ അടുത്ത് നമ്മള് പഞ്ചിങ്ങാണ്. ഇവൻ ഇവിടുത്തെ മെയിനാട്ടോ. ഇവിടുത്തെ സൂപ്പർവൈസർ കം ക്വാളിറ്റി കൺട്രോൾ കം ഹൈജീൻ ഓഫീസർ ആണ്. അത്രയും സംഭവമാണ്. ഇനി നമ്മള് ഇവിടെ പഞ്ചിയാണ്. എന്റെ പേരൊക്കെ എഴുതി കാണിച്ചു. പേരെന്ത്? അബ്ദുൾ റഹീം. പോവാണെങ്കിൽ റഹീംബയുടെ ഡെസ്ക് അവിടെ കേട്ടോ. വേറെ ഹൗസിലാ. പൊളിറ്റിക്സൊക്കെ വലിയ പുള്ളി ഇവിടുത്തെ. നമ്മളൊക്കെ പാവങ്ങള്. അടുത്ത് നമ്മളെ ചെരുപ്പല്ല എടുക്കുക, തുറക്കുക, ഷൂഡൻ തുറക്കുക, ഇവിടെ വെക്കുക, അടയ്ക്കുക. ഇനി ഇവിടുത്തെ ലൈറ്റ് ഇടണം. ഏതോ ആണ് കണ്ടുപിടിക്കുക. ലൈറ്റ് ഇനി എൻ്റെ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡെസ്ക്. അപ്പോ ഇതാണ് എൻ്റെ സിസ്റ്റം. ഇത് എൻ്റെ ചെയർ. ഇതാണ് ഇപ്പം എൻ്റെ ഡെസ്ക്. ഇത് എൻ്റെ ഹെൽമെറ്റ്. ഇന്നലെ ഇവിടെ വെച്ചിട്ട് പോകാം. അവിടെ മനീഷ് ബ്രോയുടെ ഡെസ്ക് ആണ് അവിടെ. ഇപ്പം സിസ്റ്റം ഓണാട്ടെ. ഇപ്പം ഞാൻ കുറച്ച് ഇവിടെ പരിപാടിയൊക്കെ കാണിച്ചില്ല. ഇത് നമ്മുടെ ഒരു ഇരിക്കണ ഒരു സ്പേസ് ആണ്. ആർക്കെയിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇരിക്കാം കേട്ടോ. അങ്ങനെ സ്പേസ്. പിന്നെ ഇവിടെ ഒരു ബോർഡുണ്ട്. വായിക്കാൻ പറ്റുന്നവരൊക്കെയാണ് പോസ് ചെയ്ത് വെച്ച് വായിച്ചു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. നാസി ആ വിളിയായിട്ടാണ് നാസി ഇവിടുത്തെ മെയിനാ. ഞാൻ ഇപ്പൊ നാസിനെ കാണിച്ചു തരാം. നീ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ. ലോഗോ ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ ലോഗോ ഒക്കെ ഉണ്ട്. നാസിനെ പരിചയപ്പെടുത്താം. ഇതാ നാസി. ഇൻട്രോഡ്യൂസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ, 200 വേർഡ്സ് പറ. നമ്മള് KK പാർട്ടി ഔട്ടിലിരുത്തിയ ആളാണ്. ലെറ്റ്സ് ബിഗിൻ ദ ഡേ വിത്ത് KK. ഇവൻ വലിയ പുള്ളിയാട്ടോ. ഇവനവിടുത്തെ വലിയ പുള്ളി. ഇതാണ് കേട്ടോ. ഇതാ ഔട്ട്ലെറ്റ്. KKയുടെ ഔട്ട്ലെറ്റ് ആട്ടോ. ഔട്ട്ലെറ്റ് ആണ്. അത്രക്ക് ഔട്ട്ലെറ്റ് കാണിച്ചു തരാം. ഇതാണ് ഔട്ട്ലെറ്റ്. അപ്പം ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിലും നല്ല റേറ്റ് കുറയില് വാങ്ങാം കേട്ടോ. പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ അടുത്താണ്. നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഐറ്റംസ് കാണിച്ചു തരാം. വീറ്റ് പുട്ടുപൊടി ഉണ്ട്, ചെമ്പാ പുട്ടുപൊടി ഉണ്ട്, ഡബിൾ റോസ്റ്റ് റവയുണ്ട്, വെള്ളയപ്പൊടി ഉണ്ട്, പുട്ടുപൊടി, അതൊക്കെ സിംപിൾ ഫുഡ് ഐറ്റംസ്, അപ്പം, റൈസ് പൗഡർ, ആട്ട, അങ്ങനെ സാധനങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ പിന്നെ പിക്കിൾസ് ഉണ്ട്. പിക്കിൾസ് മോനെ
ഇതിലുണ്ടല്ലോ, ഇതിലൊരു സാധനം ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതാണ്ട് ഇത് ഡേറ്റ്സ് പിക്കിള്. ഡേറ്റ്സ് കൊണ്ട് പുളിയിഞ്ചി ഉണ്ട്, അടിപൊളി സാധനം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നൈസാണോ? അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങുക. അല്ല ഉറപ്പായിട്ട് നമ്മളിവിടെ കാണാം. അപ്പം അത് ഫിദയുടെ ടേബിളാ, ഫിദയുടെ. ഇതില്ലേ, ഫിദ പനിയാ. കേക്കയിലെ റൗഡിയാ വരുന്നത്. എന്താ റൗഡി? വാ കേറുക, കമാടെ പരിപാടി. റൗഡി ഈ കേക്കയില് മറ്റേ നമ്മള് സെയിൽ നടത്തിയിട്ട് പൈസ തരാത്തവര് അങ്ങനെയൊക്കെ ഇല്ലേ, അപ്പൊ നമ്മള് മറ്റേ ഫിനാൻസുകാർ വിടത്തില്ല ആൾക്കാര്, അതുപോലെ ഇവിടുന്നാണ്. അവിടെ ബാഗ് കണ്ടോ, ബാഗ് ഫുൾ വീഡിയോ കേട്ടോ. ഇന്ന് നമ്മുടെ വ്ളോഗാ ഫുള്ള്. എന്നെ അതിനെപ്പറ്റി എന്നെ അഭിപ്രായം, കേക്കിനെ പറ്റി എന്തിനൊക്കെ പറ. ഇവിടുത്തെ കാഷ്യറാ പോകുന്ന വഴി ഇപ്പം തിരിഞ്ഞ ഇപ്പൊ ബാഗിന്റെ മുഴുപ്പാണോണേ. രണ്ടുപേരുണ്ടോ, ഒരു ജഗജാല കില്ലാടിയും കൂടെ. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. ഇപ്പൊ ബായിന്റെ മുഴുപ്പുണ്ടോ, പോകുമ്പോ ഇതിലും വീർത്തിരിക്കും. എന്നാക്കെ ഇവിടെ നിന്ന് അടിച്ചോണ്ടെന്ന് പടച്ചവനറിയാം. പോകുന്ന വഴി കിട്ടും. അപ്പൊ നമ്മളെ അടുത്ത കണ്ടന്റ് ചെയ്യാൻ പോണേ. കേക്കയിലെ ഗുണ്ടയുടെ കൂടെ പോന്നെ ലിഫ്റ്റിംഗ്. എന്നെ ആസ്ഥാന ഗുണ്ടയാക്കി വെച്ചേക്കോ ഇവൻ. കഷ്ടമുണ്ട്. എന്നെ കേട്ടാ അങ്ങനെ തോന്നുവോ? ഗുണ്ടയായിട്ട് തോന്നുവോ? ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. കേട്ടോ പറയുന്നത് തന്നെ ഉണ്ടില്ലേ, മറ്റേ ഇതാ ഭീഷണിയാ. എനിക്ക് പേടിയാ കൂടെ വയ്ക്കാൻ. അതെ, പാൽക്കാരൻ പയ്യൻ എന്റെ കൂടെ വരുവാ. അൻസാരിക്ക് അതൊക്കെ കാണുന്നുണ്ടോ, പടച്ചവനറിയാം. പുള്ളിനെ പിടിച്ച് ചേർത്ത് ഇടിയായിരിക്കാം. പുള്ളി സെയിലും കഴിഞ്ഞ കഷ്ടപ്പെട്ട് വന്നിട്ട് വീട്ടിൽ കയറി ഉണ്ടായി സുഖം. ഇതാണ് നമ്മുടെ അക്കൗണ്ട് സെക്ഷൻ കേട്ടോ. അക്കൗണ്ട് സെക്ഷൻ. നബു ഒരു ഹായ് പറ. നബു ഹായ് പറ. ഹായ് പറ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഹായ് പറ എല്ലാരും ഹായ് പറ. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഹായ് പറ. ഹായ് പറ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? റൗഡി നമ്പർ 2 ബർത്ത്ഡേ വിഷയം. ഫെബിൻ ബ്രോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എത്ര വയസ്സായി? 39. അപ്പം ഒരു കേക്ക് പുട്ടോടിയുടെ ഒരു സമ്മാനം. വീഡിയോ കട്ടായി ഇങ്ങോട്ട് ഇനി താഴെത്താ. ഉടനെ വീട്ടിൽ കൊണ്ടുപോകാൻ ഇപ്പോളേ ഇപ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കണേ നമ്മളെ BM-ന്റെ. എന്നാ പറയാ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആ വീഡിയോയിൽ. ആ വീഡിയോ എന്നാ കാണിച്ചു തരാം. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? ഭയങ്കര സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ കാണിച്ചു തരാം. സൗണ്ട് ഹോളിങ് കൂട്ടട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. കണ്ണോ അപ്പം അതാ വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്യാട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് വാട്ട് എവർ ഇറ്റ് ഈസ് കമന്റ് ചെയ്യാട്ടോ. കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. അപ്പം കാണാം. നാസി പണിയെടുക്കാണോ? പയ്യൻ പണിയെടുക്കാട്ടോ നാസി. ഫ്ലിപ്കാർട്ടിന് ഓർഡർ ഇതിനകത്തോട്ട് ഇങ്ങനെ കേറണം. എനിക്കിവിടെ ഭയങ്കര സുഖമാട്ടോ. എന്നാന്ന് വെച്ചാല് 2 വീഡിയോ എഡിറ്റ് ചെയ്യുക, രാവിലെ വരിക, തോന്നുമ്പോൾ വരിക, 2 വീഡിയോ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ചെയ്യുക. അപ്പൊ നേരെ പേരെ അങ്ങോട്ട് കണ്ടിക്കുക, മണ്ട പോവാ, താഴെ പോവുക, അതൊക്കെ തന്നെ. സ്റ്റോക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞ മാസം 17 ദിവസം പോകണം. അതേ
ബാക്കി സുഖ എല്ലാം സുഖമാണ്. ചുമ്മാ ഇരിക്കുക, നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക. ആണോ? നാണോ നാണോ? നാണം ഉണ്ടോ നക്കു? നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു എഫോർട്ട് ഇട്ടാന്ന് വേണം നടക്കില്ല. വീഡിയോ അടിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ എർട്ടിക വന്നല്ലോ. എറണാകുളം പോയ നമ്മുടെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ ഇതില്ലാത്തോണ്ട് ഞാൻ അവിടെ കയറിയിരുന്നു. ഈ ചെയറും പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ചെയർ. നമ്മുടെ കോൺഫറൻസ് ഹാളിലെ ചെയർ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് നൈസായിട്ട് എന്റെ ഡെസ്കിലോട്ട് പൊക്കാൻ പറ്റുകയാണ്. ഭയങ്കര നല്ലത്. നൈസായിട്ട് ഇരിക്കാൻ നോക്കാം. ഭയങ്കര കംഫർട്ട് ഇരിക്കാൻ. ഭയങ്കര ബൈക്കാണെങ്കിലും നമ്മുടെ ബട്ടക്സ് വെക്കുന്നതാണെങ്കിലും ഭയങ്കര കംഫർട്ട്. ഇത് ജ്യൂസ് മമ്മി ജ്യൂസ് കുടിക്കണം. ഇവിടെ ജ്യൂസ് കൂടിയൊക്കെയാ. Mango juice is the secret of my energy. വ്ലോഗ് എടുക്കാൻ തുടങ്ങിയപ്പോ തൊട്ടേ അപ്പം ഇതാണ് ഞങ്ങളുടെ ലിഫ്റ്റ് കേട്ടോ. ഇത് തുറക്കുക, കേറുക, ക്ലോസ് ആക്കുക. ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് അക്കൗണ്ട്സിലേക്ക് പോവാം. വെറുതെ അവിടെ പോവാം. ഇതൊക്കെ തന്നെ എന്റെ പണി. രണ്ട് വീഡിയോ അടിക്കുക, പിന്നെ സ്റ്റോക്ക് എന്തിലേക്കാണ് വണ്ടിയുടെ എന്തെങ്കിലും പരിപാടി വന്ന് നോക്കുക. ചുമ്മാ ഇങ്ങനെ തേരാപ്പാര കയറി ഇറങ്ങി നടക്കുക. സുഖ ജീവിതമല്ലേ മച്ചു. വേറെ നിങ്ങൾക്ക് ആർക്കെല്ലാം ഉണ്ട് ഇങ്ങനത്തെ ജീവിതം? സുഖ ലൈഫാ. നീ ഓപ്പൺ ആക്കുക. അപ്പൊ ഇവിടുത്തെ ഇതൊക്കെ കണ്ടില്ലേ? ഇതാട്ടോ ബാൽക്കണി. ഇത് ഡയറക്ടർ യാസിർക്കാട് റൂമാട്ടോ. എന്നെ പൊടിക്കുന്ന അറിയത്തില്ല. ഇത് സാബർക്കാട് റൂം. ഇത് ബാൽക്കണി. ഇതിലിങ്ങനെ തുറക്കുക, ഇങ്ങനെ ഇറങ്ങുക. നല്ല വ്യൂ ഉണ്ടോ? ഇത് നൈസ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാ. ഇത് നൈസ് വ്യൂ. എപ്പോഴല്ല ശരിക്കും ഉണ്ടല്ലോ. ശരിക്കും എപ്പോഴും ഏറ്റവും അടിപൊളി എപ്പോഴാന്ന് വെച്ചാൽ ഈയിടെ വരെ മഴക്കാലമല്ല. മഴക്കാലത്ത് ഭയങ്കര സെറ്റപ്പാണ്. മഴ ചെയ്യുമ്പോൾ മൂടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മളെ വണ്ടി അടക്കും. കൂട്ട് പോവാന്ന് അതൊന്നും അല്ല. നമ്മുടെ ഇത് മെയിൻ ആള് കിടക്കുന്നുണ്ടോ? SC അത്രേ ഉള്ളൂ. ഭയങ്കര ചൂടാ. പോയേക്കാം അത്രേ ഉള്ളൂ. ഇനി വീണ്ടും ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടന്ന് വീണ്ടും ലിഫ്റ്റ് തുറക്കുക, കേറുക, അടയ്ക്കുക. ഇനി ഓട്ടം വേണ്ടേ? ഇനി നമുക്ക് മണ്ടേ പോവാം. ചാറിനെടുത്തോ. കോൺഫറൻസ് ആണ്. അപ്പം ആ ഫ്ലോറും കൂടെ ചുമ്മാ കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് ഓഫീസ് ബ്ലോഗ് ഒക്കെ നമ്മളെ കമ്പനി ചാനൽ വരുമായിരിക്കും. ഇതാണ് നമ്മുടെ ടോപ്പ് ഫ്ലോറിൽ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. ഇവിടെ ഒരു ചെറിയ നൈസ് ബാൽക്കണി ഉണ്ട്. ഇവിടുത്തെ വ്യൂ നൈസാ, കൊള്ളാല്ലേ? ഈ ബാൽക്കണി വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു വ്യൂ ഉള്ളിടത്ത് അടുത്ത നമ്മുടെ ഡെസ്കിങ് അടിപൊളിയാണ്. അത്രേ ഉള്ളൂ. ഇത് വാഷ്റൂമോടെ കാണിച്ചു തരാം. വാഷ്റൂം ഇനി കാണിച്ചു തന്നില്ലെന്ന് വേണ്ട. ഇതാണ് ജെന്റ്സിന്റെ വാഷ്റൂം. ഇതാണ് വാഷ്റൂം. ഈ എപ്പിസോഡ് ഇപ്പം വാഷ്റൂം കണ്ടില്ലേ? ദിസ് ഈസ് വാഷ്റൂം. ഡോറൊക്കെ തുറന്നോടൊക്കെ അടച്ചേക്കാം. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി ബാക്കി എന്തെങ്കിലും ഇന്ന് കണ്ടന്റ് കിട്ടുവാണെങ്കിൽ, ഇന്ന് ബാക്കി ഞാൻ എടുക്കും. അല്ലെങ്കിൽ ഇനി ഇതുപോലെ ഓരോ ദിവസം ഇടും കേട്ടോ. എന്നാണെങ്കിലും ആരെന്നാ പറഞ്ഞാലും മൈൻഡ് ആക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. എനിക്കൊരു പരിപാടി ഇതിന്റെ അറിയത്തില്ല, ABCD അറിയത്തില്ല.
എന്നാണെങ്കിലും എനിക്ക് താല്പര്യം തുടങ്ങാൻ കുറെ നാളായി. അപ്പൊ ഇനി തുടങ്ങിയേക്കാന്ന് വെച്ചാൽ ഇനി നാളെ എന്ന് വെച്ചിട്ട് എപ്പോഴാ നാട്ടുകാരും അവരൊക്കെ പലതും പറയും, അമ്മമാരൊക്കെ അതൊക്കെ ആ മൈൻഡിലേ എടുക്കത്തുള്ളൂ. വീഡിയോ ഇനിയും ഞാൻ കണ്ടിന്യൂസ് ഇടും കേട്ടോ ഇനി. അപ്പം താല്പര്യമുള്ളവരൊക്കെ സബ് ചെയ്യുക. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. കണ്ടന്റ് ഒക്കെ ഇനി എന്തെങ്കിലുമൊക്കെ വരും. ഇതൊക്കെ ചുമ്മാ കോലം കണ്ടാന്നറിയാം. പഠിച്ചു വരുന്നേ ഉള്ളൂ, റെഡി ആവുമായിരിക്കും, നോക്കാം. ഓക്കെ, പീസ് ഔട്ട്.